ഹായ് ഓൾ 2025 ജൂലൈ 24 നടന്ന സെറ്റ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് പേപ്പർ ഇംഗ്ലീഷ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജൂലൈ 25 തന്നെ ആൻസർ കീ വന്നിട്ടുണ്ട്. ആ ആൻസർ കീ പ്രകാരമാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജോൺ സ്റ്റെയിൻബെക്ക് വാസ് അവാർഡഡ് ദി പുലിറ്റ്സർ പ്രൈസ് ഫോർ ഹിസ് വർക്ക്. ഓപ്ഷൻസ്: ടോർട്ടില്ല ഫ്ലാറ്റ്, ദ ഗ്രേപ്സ് ഓഫ് റാത്ത്, ഓഫ് മൈസ് ആൻഡ് മെൻ, ദി പേൾ. അപ്പോൾ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതും ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നതുമായിട്ടുള്ള വർക്ക് തന്നെയാണ് ദി ഗ്രേപ്സ് ഓഫ് റാത്ത്. സോ എൻ്റെ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ദി ഫസ്റ്റ് നെയിം ഓഫ് ദി പ്രൊട്ടഗണിസ്റ്റ് ഇൻ സോൾ ബെലോസ് ഹെർസോഗ് ഈസ്. സോ ഒരു ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. സോൾ ബെലോവിൻ്റെ ഹെർസോഗ് എന്ന വർക്കിൻ്റെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ ഫസ്റ്റ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ മോസസ് എന്നാണ്. ഞാൻ ബാക്കി തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് വായിക്കുന്നില്ല. തേർഡ് ക്വസ്റ്റ്യൻ, ദ സിറ്റി വിച്ച് വാസ് എ പ്രോമിനൻറ്റ് സെൻറ്റർ ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഡ്യൂറിംഗ് ദ 1920s ആൻഡ് കെയിം ടു ബി കോൾഡ് ആസ് ദി നീഗ്രോ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. സോ ഒരുപാട് കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ദി നീഗ്രോ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതായിരുന്നു എന്നുള്ളതാണ്. ഹാർലമാണ്. സോ ഹാർലം റിനൈസൻസ്, അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ഒന്ന് നോക്കി വയ്ക്കുക. നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നും ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഈ ഒരു ഹാർലം റിനൈസൻസും അതിൻ്റെ ഓതേഴ്സും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദിസ് അമേരിക്കൻ ഓതർ ഹു കോയിൻഡ് ദ ടേം വുമണിസ്റ്റ് ടു ഡിസ്ക്രൈബ് ഹർ ഫിലോസഫിക്കൽ സ്റ്റാൻസ് ഓൺ ദി ഇഷ്യൂ ഓഫ് ജെൻഡർ. സോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വുമണിസ്റ്റ് ഓർ വുമണിസം എന്നൊക്കെ പറയുന്നത് ആരാ കൊണ്ടുവന്നത്? ആലിസ് വാക്കർ. സോ ആലിസ് വാക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നോവൽ ബൈ ടോണി മോറിസൺ സെറ്റ് ഡ്യൂറിംഗ് ദി അമേരിക്കൻ സിവിൽ വാർ. എല്ലാവർക്കും അറിയുന്നതാണ്, ബിലവഡ് ആണ്. സോ അമേരിക്കൻ സിവിൽ വാറിൻ്റെ പശ്ചാത്തലത്തിലാണ് ബിലവഡ് എഴുതിയിട്ടുള്ളത്. ബ്ലൂവസ്റ്റ് ഐയും ഒക്കെ ടോണി മോറിസൻ്റെ തന്നെയാണ്. ഇപ്പോൾ പെക്കോളയാണ് ക്യാരക്ടറിൻ്റെ പേര്. സോ ഒരിക്കൽ ഇപ്പോൾ നമുക്ക് ബിലവഡ് ചോദിച്ചുകൊണ്ട് ഇനി വരുന്ന സമയത്ത് ദി ബ്ലൂവസ്റ്റ് ഐയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യും. ദി ഒറിജിനൽ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ദ എംപറർ ജോൺസ് വാസ്. സോ ദി എംപറർ ജോൺസ് എന്ന് പറയുന്ന പ്ലേയുടെ ഒറിജിനൽ നെയിം എന്താണെന്നുള്ളതാണ് ദി സിൽവർ ബുള്ളറ്റ്. ദി പ്ലേ ഓഫ് ടെനസി വില്യംസ് ദാറ്റ് വാസ് കോൾഡ് ദി മാസ്റ്റർ ഡ്രാമ ഓഫ് ദി ജനറേഷൻ ബൈ എറിക് ബെന്റ്ലി ഇൻ ഹിസ് വാട്ട് ഈസ് തിയേറ്റർ ഈസ്. അപ്പോൾ എറിക് ബെന്റ്ലിനെയും കൂടി വേറൊരു ക്രിട്ടിക്കിനെയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ടെനസി വില്യംസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ദ ഗ്ലാസ് മെനാജറിയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ ആണ്. അപ്പോൾ ടെനസി വില്യംസിൻ്റെ ആണ് എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ എന്ന് ഓർക്കുക. അതിന് മാസ്റ്റർ ഡ്രാമ ഓഫ് ദി ജനറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എറിക് ബെന്റ്ലിയുടെ മറ്റൊരു വർക്കാണ് വാട്ട് ഈസ് തിയേറ്റർ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് തിയേറ്റർ എന്നുള്ളത് എപ്പോഴേലും ചോദിക്കാം. ഇൻ ഹിസ് ക്ലാസിക് ദി ക്രൂസിബിൾ, Arthur Miller uses the historical Salem witch hunt to reflect the anti-communist hysteria inspired by the dash of his contemporary society. സോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്രൂസിബിളിനകത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സേലം വിച്ച് ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസറായിട്ട് വരുന്നത് മെക്കാർത്തീസം. സോ ഇത് കേട്ടിട്ടുണ്ടാവും, മെക്കാർത്തീസമാണ് നമുക്കിവിടെ ആൻസറായിട്ട് വരിക. India's first ever published woman poet wrote in English and French, introduced the Ramayana and Mahabharata to the West, wrote groundbreaking works and often called the Indian Keats. സോ ഒരുപാട് പോയിൻറ്റ്സ് അതിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇന്ത്യൻ പോയിട്ട് വുമൺ പോയിട്ട് എന്നൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലാക്കാം തോറൂദത്താണ്. അപ്പോൾ രാമായണവും മഹാഭാരതവും ഒക്കെ വെസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് വെസ്റ്റേൺ രാജ്യത്തുള്ള ആൾക്കാരെ അറിയിച്ചത് തോറൂദത്താണ്. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും എഴുതിയിട്ടുണ്ട്. സോ ആ ഫ്രഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഇന്ത്യൻ കീറ്റ്സ് എന്നറിയപ്പെടുന്നതും തോറൂദത്തിനെയാണ്. ദി ലൈൻ ദി ബെസ്റ്റ് പോയറ്റ്സ് വെയിറ്റ് ഫോർ വേർഡ്സ് ഇസ് ടേക്കൻ ഫ്രം ദി പോയം പോയറ്റ് ലവർ ബേർഡ് വാച്ചർ ബൈ. സോ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് മിക്കപ്പോഴും കവിതകളുടെ വരി തന്നിട്ട് അത് മാച്ച് ചെയ്യാൻ ചോദിക്കും. സോ ഈ ഒരു കവിത ഒന്ന് നോക്കി വയ്ക്കുക. പോയറ്റ് ലവർ ബേർഡ് വാച്ചർ, അതിലെ വരിയാണ് ദ ബെസ്റ്റ് പോയറ്റ്സ് വെയിറ്റ് ഫോർ വേർഡ്സ്. സോ അത് ഏത് കവിത ആരെഴുതി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിസിം എസെക്കിയലിൻ്റെതാണ് പോയറ്റ് ലവർ ബേർഡ് വാച്ചർ എന്നുള്ള കവിത. അതും നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓൾ ഐ ക്യാൻ സേ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇമാജിനറി ആൻഡ് not to be found on any map, although the University of Chicago Press has published a literary atlas with a map of India indicating the location of dash, says this outstanding and world famous Indian writer in English.
who is the author and which is the imaginary place. So imaginary place ഇന്ത്യ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഓർമ്മ വരണം RK നാരായൺ മാൽഗുഡി. സോ മാൽഗുഡി എന്നൊരു പ്ലേസ് അതൊരു ഇമാജിനറി പ്ലേസാണ്. RK നാരായണൻ്റെ ഭാവനയിൽ നിന്നും സൃഷ്ടിച്ചെടുത്തൊരു പ്ലേസാണ്. ആക്ച്വലി അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇന്ത്യയുടെ മാപ്പിനുള്ളിൽ ആ പ്ലേസൊക്കെ പ്ലേസ് ചെയ്ത് വരുന്ന ഒരു രീതിയിൽ കണ്ടിട്ടുണ്ട്. ആ സ്ഥലം മാപ്പിനുള്ളിൽ പ്ലേസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ശരിക്കും ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അപ്പോൾ മാൽഗുഡി ആരുടെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ മാൽഗുഡി ആരുടെ വർക്കിലാണ് വരുന്നൊരു സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും RK നാരായൺ. How is Nayanthara Sehgal related to the only woman Prime Minister of India? സോ എന്താണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം? അപ്പോൾ ആദ്യം ആരായിരുന്നു നമ്മുടെ വുമൻ പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഫസ്റ്റ് കസിൻ ആയിരുന്നു. ദി നോവൽ ബൈ സൽമാൻ റഷ്ദി ഡീൽസ് പ്രോമിനൻ്റ്ലി വിത്ത് ദി ഇൻറ്റേർണൽ എമർജൻസി ഇൻ ഇന്ത്യ. സോ സൽമാൻ റഷ്ദിയുടെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻറ്റേർണൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. ഇതിലത് സത്താനിക് വേഴ്സസ് ആണ് ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള വർക്ക്. ദ ടൈറ്റിൽ ഓഫ് ശശി ദേശ്പാണ്ഡെസ് ഓട്ടോബയോഗ്രഫി ഈസ്. സോ ശശി ദേശ്പാണ്ഡെയുടെ ഓട്ടോബയോഗ്രഫിയാണ് ലിസൺ ടു മീ. This writer was hailed as the colossus of Indian theatre by the BBC. He was a playwright, actor, filmmaker, translator, administrator, and prominent public intellectual. He was a recipient of Jnanpith, Padma Bhushan, Sangeet Nadaga Academy Award, and several National Film Awards and Filmfare Awards. His plays were inspired by local mythologies as well as Western myths and folk tales. Who is this legend? ഇത്രയും ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ തിയേറ്റർ, കൊളോസസ് ഓഫ് ദി ഇന്ത്യൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗിരീഷ് കർണാടിന് ഓർമ്മ വരും. പിന്നെ ആരാണ് നമ്മുടെ മിത്തോളജീസ് പറയുമ്പോഴത്തേക്കും ഹയവദന ആവട്ടെ, നാഗമണ്ഡല ആവട്ടെ, ഇതിലെല്ലാം നമ്മുടെ മിത്തോളജീസും റിലേറ്റഡ് ആണ്. The Nigerian novelist who took the title for his debut novel from the Eats, The Second Coming. സോ സെക്കൻഡ് കമ്മിങ് എന്നുള്ള പേരിൽ നോവൽ എഴുതിയ ഒരു വ്യക്തി ആരാണ്? ഇപ്പോൾ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ഈറ്റ്സിൻ്റെ കവിതയിൽ നിന്ന്, WB ഈറ്റ്സിൻ്റെ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതേ പേരിൽ നോവൽ എഴുതിയ നൈജീരിയൻ നോവലിസ്റ്റ് ആരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു? ചിനുവ അച്ചബെ. വളരെ ഈവൻ ദോ ഗൂഗി വാ തിയോങ്കോ is known for his works in English, he had early in his career opted to retain his traditional name and to write in ഏത് ഭാഷയിൽ എഴുതാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത്? ബുൻറ്റു അഥവാ ബൻറ്റു എന്ന് പറയുന്ന ഭാഷയിലാണ്. ഗൂഗി വാ തിയോങ്കോ പറയുമ്പോൾ തന്നെ ഡീകോളനൈസിങ് ദ മൈൻഡൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. ഒമറോസ് ഇസ് എ ഗ്രാൻഡ് എപ്പിക് പോയം ബൈ. സോ ആരുടേതാണ് ഒമറോസ് എന്ന് പറയുന്ന എപ്പിക് പോയം? വാൽക്കോട്ടിൻ്റെയാണ്, ഡെറിക് വാൽക്കോട്ടിൻ്റെയാണ്. ദിസ് കനേഡിയൻ റൈറ്റേഴ്സ് ഡെപ്പിക്ഷൻ ഓഫ് ദി ടൗൺ ഓഫ് Manawaka is considered to be similar to that of William Faulkner's Yaknaptaha County. Who is the writer? സോ പേരുകളൊക്കെ അത്യാവശ്യം കാനേഡിയൻ പേര് പോലെ വരുന്നതാണ്. കുറച്ച് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പേരുകളുമാണ്. അപ്പോൾ ആരാണ് ഈ ഒരു പേരിൽ വില്യം ഫോക്നറിൻ്റെ ആ ഒരു കൗണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മനവാക്ക എന്ന് പറയുന്ന ഒരു ടൗൺ സൃഷ്ടിച്ച് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗരറ്റ് ലോറൻസ്. സോ ഇനി വേറെ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ മാർഗരറ്റ് ലോറൻസും വില്യം ഫോക്നറും ഒക്കെ ഇപ്പുറത്തും മനവാക്കിയും യജ്ഞപാറ്റൊക്കെ അപ്പുറത്തും സൈഡിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റണം. ബുഷ് പോയട്രി ഈസ് ഓൾസോ നോൺ ആസ് ബുഷ് ബാലഡ്സ്. വോസ് ഈസ് എ നോവൽ ബൈ ദി ഓസ്ട്രേലിയൻ റൈറ്റർ. സോ ഇതിൽ ഓസ്ട്രേലിയൻ റൈറ്റർ ആരാന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ നോക്കി വയ്ക്കുക. പാട്രിക് വൈറ്റ് ആണ്. നൊബേൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ദെൻ നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഓസ്ട്രേലിയൻ കൂടെയാണ് അദ്ദേഹം. തസ്ലീമ നസ്രീൻ, ദ ബംഗ്ലാദേശി റൈറ്റർ ഹു അട്രാക്റ്റഡ് സെവറൽ കോൺട്രവേഴ്സീസ്, വാസ് എ ഡാഷ് ബൈ പ്രൊഫഷൻ. സോ തസ്ലീമ നസ്രീൻ്റെ ലജ്ജ എന്നൊരു വർക്ക് ഉണ്ട്, അതൊക്കെ കേട്ടിട്ടുണ്ടാവാം. സോ അദ്ദേഹം ആരായിരുന്നു? തസ്ലീമ നസ്രീൻ ആരായിരുന്നു പ്രൊഫഷണലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറായിരുന്നു. അ ട്രിഫ്തോങ് ഒക്കേഴ്സ് ഇൻ ദി വേർഡ്. ഇതിലേതൊരു വാക്ക് ഒരു ട്രിഫ്തോങ് വരുന്നുണ്ട്. അപ്പോൾ ഏതാണത്? ഫയർ. In which of these is intrusive or likely to occur? So intrusive ആയിട്ടുള്ള ആർ ഇതിൽ ഏത് വാക്കിലാണ് വരിക? ലോ ആൻഡ് ഓർഡർ. സോ ഇൻട്രൂസീവ് ഓർഡർ. അപ്പോൾ അതിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി അഫിക്സസ് ആർ ദെയർ ഇൻ ദ വേർഡ് അൺനോയിങ്ലി? അൺനോയിങ്ലിക്കകത്ത് എത്ര അഫിക്സസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 ആണ്. അപ്പോൾ അഫിക്സസ് എന്ന് പറയുമ്പോൾ അത് പ്രിഫിക്സും ആവാം സഫിക്സും ആവാം. എടുത്ത് ചോദിക്കാത്ത പക്ഷം നമ്മൾ പ്രിഫിക്സിനെയും കൗണ്ട് ചെയ്യണം, സഫിക്സിനെയും കൗണ്ട് ചെയ്യണം. വിച്ച് among the following has the same kind of word formation as smoke?
സോ സ്മോഗ് പോലുള്ള വേർഡ് ഫോർമേഷൻ വരുന്നത് ഇതിൽ ഏത് വാക്കെന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ ആദ്യം സ്മോഗ് എന്തൊക്കെയാണ്? സ്മോക്ക് പ്ലസ് ഫോഗാണ് സ്മോഗ്. സോ അതുപോലെ വരുന്നത് ഇതിൽ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രഞ്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. ദി ഫസ്റ്റ് ജർമാനിക് സൗണ്ട് ഷിഫ്റ്റ് ഇൻ ദി പ്രോട്ടോ ജർമാനിക് ലാംഗ്വേജ് ഈസ് പോപ്പുലർലി നോൺ ആസ്, എല്ലാവർക്കും അറിയുന്നതാണ്, ഗ്രിംസ് ലോ. ഗ്രിംസ് ലോരെയാണ് നമ്മൾ ഫസ്റ്റ് ജർമാനിക് സൗണ്ട് ഷിഫ്റ്റ് എന്നുകൂടി പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വെർ കോൺട്രിബ്യൂട്ടഡ് ടു ദി ലാംഗ്വേജ് ബൈ ഷേക്സ്പിയർ? സോ ഇതിൽ ഏതൊക്കെയാണ് ഷേക്സ്പിയർ കൊണ്ടുവന്ന വാക്കുകൾ എന്നുള്ളതാണ്. അപ്പോൾ 3 എണ്ണം ഉണ്ട് എന്നുള്ളത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 ഒള്ളിയാണ്. സോ മാലപ്രോപ്പർ, പാഡ്ലോക്ക്, ലിറ്റർജിക്കലൊന്നും അദ്ദേഹത്തിൻ്റെതല്ല. ലാക്ലസ്റ്റർ, ഇന്നെപ്പിക്കൽ, അലിഗേറ്റർ ഇതൊക്കെയാണ് ഷേക്സ്പിയർ കൊണ്ടുവന്ന വാക്കുകൾ. അമേരിക്കൻ ഇക്വലൻ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡ് ഫുട്ബോൾ ഈസ്. സോ അമേരിക്കയിൽ ഫുട്ബോളിന് എന്താ പറയുന്നത്? സോക്കർ. In language learning theories, Piaget and Vygotsky are names associated with. അപ്പോൾ അവരുടെ സ്കൂൾ ഓഫ് സൈക്കോളജി ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. കൊഗ്നിറ്റിവിസം അറിയുന്നതാണ്. പിയാഷയും വൈഗോട്സ്കിയും എല്ലാം കൊഗ്നിറ്റിവിസ്റ്റ് തിയറിസ്റ്റ് ആയിരുന്നു. വിച്ച് among the following comes under ESP? ESPയുടെ ഉള്ളിൽ വരുന്നത് എന്താണ്? മെഡിക്കൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസസ് ആണ് ESP. This method of language teaching, which is also known as the natural method, emerged in the 1890s, emphasizes teaching a language through immersion and direct communication, and asserts that language is learned inductively without grammar being taught explicitly. What is its other name? സോ കുട്ടികളെ നമ്മൾ ഭാഷ പഠിപ്പിക്കുക, അല്ലാണ്ട് ഗ്രാമർ പഠിപ്പിച്ചിട്ടല്ല ഭാഷ പഠിപ്പിക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ഭാഷ പഠിപ്പിക്കുമ്പോഴേക്കും കുട്ടികൾ എന്ത് പഠിക്കും? ഗ്രാമർ കൂടി പഠിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് ഭാഷ പഠിപ്പിക്കുക, അതിനുള്ളിൽ അവർ ഗ്രാമർ ഗ്രാസ്പ് ചെയ്ത് എടുത്തോളും. When a teacher uses a projector in a classroom, which teaching aid is used? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടീച്ചിങ് എയ്ഡാണിത്? ഓഡിയോ വിഷ്വൽ. പ്രൊജക്ടറിനകത്ത് നമുക്ക് ടീച്ചർ ഓഡിയോ വെച്ചിട്ട് പറയുന്നു, സംസാരിക്കുന്നു, പിന്നെ വിഷ്വലായിട്ട് പ്രൊജക്ടറും അവിടെയുണ്ട്. Which among the following can be used for summative assessment? അപ്പോൾ ഇതിലെ സമ്മേറ്റീവ് അസസ്മെൻറ്റുമായിട്ട് ബന്ധമുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ക്വിസ് ആണ്. ഐഡൻറ്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ട്രൂ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, ബൈലിംഗ്വലിസം ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മൾട്ടിലിംഗ്വലിസം. ദെൻ മൾട്ടിലിംഗ്വലിസം ഈസ് എ ടൈപ്പ് ഓഫ് മോണോലിംഗ്വലിസം. സോ ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? 1 ഓൺലി. ബൈലിംഗ്വലിസം എന്ന് പറയുന്നത് മൾട്ടിലിംഗ്വലിസത്തിൻ്റെ ഒരു സ്പെസിഫിക് ടൈപ്പാണ്. സോ മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഷ സംസാരിക്കാൻ പറ്റും, അപ്പോൾ അതൊരു മൾട്ടിലിംഗ്വലിസം ആണ്. പക്ഷേ മോണോലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു ഭാഷ മാത്രം സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. വിച്ച് വൺ ഓഫ് ദീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിനോണിം ഫോർ കഥാർസിസ്? നമ്മൾ അരിസ്റ്റോട്ടിലൊക്കെ പഠിക്കുന്ന സമയം വരെ നമുക്ക് അറിയുന്നതാണ് പർഗേഷൻ. കഥാർസിസ് മീൻസ് പർഗേഷൻ. പർഗേഷൻ എന്നുള്ള വേർഡ് കണ്ടില്ലെങ്കിലും പ്യൂരിഫിക്കേഷനും പറയാം. നത്തിങ് ക്യാൻ പ്ലീസ് മെനി ആൻഡ് പ്ലീസ് ലോങ് ബട്ട് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് ജനറൽ നേച്ചർ ഡിക്ലെയർസ് ഡോക്ടർ ജോൺസൺ ഇൻ ഹിസ് ഫേമസ് ക്രിട്ടിക്കൽ വർക്ക്. സോ നത്തിങ് ക്യാൻ പ്ലീസ് മെനി, ഈ വാക്ക് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ജോൺസൺ ആണ്. അത് ഉറപ്പിച്ച ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഏത് വർക്കിൽ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫേസ് ടു ഷേക്സ്പിയറിലാണ് അത് വരുന്നത്. എല്ലാ ഓപ്ഷൻസിലും പ്രിഫൈസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സംശയം വരാൻ പാടില്ല. പ്രിഫേസ് ടു ഷേക്സ്പിയർ ആണ് ഡോക്ടർ ജോൺസൺ. ആ ഒരു വർക്കിലാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നത്തിങ് ക്യാൻ പ്ലീസ് മെനി ആൻഡ് പ്ലീസ് ലോങ് ബട്ട് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് ജനറൽ നേച്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് കോയിൻഡ് ബൈ ജോൺ കീറ്റ്സ്? ഇതിൽ ജോൺ കീറ്റ്സ് കോയിൻ ചെയ്തത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് കേപ്പബിലിറ്റി. അത് നമുക്ക് വേഗം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഒബ്ജക്റ്റീവ്, കോറിലേറ്റീവ് എല്ലാം T.S. Eliot ആണ്. സോ ഇത്തരം കുറച്ച് കാര്യങ്ങൾ ആരാണ് കൊണ്ടുവന്നത്? ഇപ്പോൾ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ആരുടെയാ? ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. Then Northrop Frye was influential in extending the use of this term to specifically literary context, but it was initially adopted by literary critics from the writing of Carl Jung. In Greek, it means original pattern. What is the term? So Carl Jung കൊണ്ടുവന്നൊരു ടേമാണ്. അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന Carl Jung ആണ്. പിന്നീട് Northrop Frye അത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ആർക്കിടൈപ്പാണ്.
സോ നോർത്ത് ഓഫ് റൈഡ് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ആർക്കിടൈപ്സ്. ദ ടേം ഫെമിനിൻ മിസ്റ്റീക്ക് വാസ് കോയിൻഡ് ബൈ. സോ ഫെമിനിൻ മിസ്റ്റീക്ക് എന്നുള്ളത് കൊണ്ടുവരുന്നത് ബെറ്റി ഫ്രീഡൻ ആണ്. ഇനി ഇതിൽ എലൻ ഷോവാൾട്ടറൊക്കെ ഉണ്ട്, ഗൈനോക്രിറ്റിസിസം ഉണ്ട്, എക്രീച്ചർ ഫെമിനൈൻ, അതൊക്കെ വരുന്ന വേർഡ്സ് ആണ്. സോ ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ട് ഈ കോയിൻ ചെയ്ത വേർഡ്സ്. ഇതിപ്പോൾ രണ്ടാമത്തെ കോയിനേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ആലിസ് വാക്കൻ്റെ വിമനിസവും നമ്മൾ ഡീൽ ചെയ്തിരുന്നു. വന്ദന ശിവ, നമ്മുടെ എക്കോ ക്രിറ്റിസിസം ഒക്കെ ഓപ്ഷൻസിനകത്ത് കിടപ്പുണ്ട്. ദെൻ ദി കംപ്ലീറ്റ് ടൈറ്റിൽ ഓഫ് ദിസ് ബുക്ക് by Dollimore and Sinfield, which marked a significant turn in Shakespearean interpretation, political Shakespeare essays in dash. സോ അതിൻ്റെ ഫുൾ ടൈറ്റിലാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ രണ്ടുപേരാണ് വർക്ക് എഴുതിയിട്ടുള്ളത്, ഡോളിമോറും സിൻഫീൽഡും. അപ്പോൾ അവരുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിലാണ് ചോദിക്കുന്നത്. കൾച്ചറൽ മെറ്റീരിയലിസം എന്നാണ് ബാക്കി വരിക. പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എസ്സേസ് ഇൻ കൾച്ചറൽ മെറ്റീരിയലിസം. ദി ഒഫീഷ്യൽ ജേർണൽ ഓഫ് ദി അസോസിയേഷൻ for the study of literature and environment, co-founded by Cheryl Gloffetti is. സോ ഇപ്പോൾ നമ്മുടെ ASLE എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ ജേർണലുണ്ട്, ഒഫീഷ്യൽ ജേർണലുണ്ട്. അത് ഷെറിൽ ഗ്ലോഫെറ്റിയും കൂടി ചേർന്നിട്ടാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ ജേർണലിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ISLE എന്നുള്ളതാണ് ജേർണലിൻ്റെ പേര്. വിച്ച് among the following means inference? സോ ഇതിൽ ഏതാണ് ഇൻഫറൻസ്? അനുമാന. ഇത് നമ്മുടെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് കൺസിഡേർഡ് ടു ബി. സോ ഇനി ഇന്ത്യൻ നോളജ് സിസ്റ്റം അറിയില്ല, അതിൻ്റെ ഒരു ക്ലാസ് കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ബേസിക് ടേംസ് മനസ്സിലാക്കുന്ന ലെവലിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഹു ഈസ് കൺസിഡേർഡ് ടു ബി എ കണ്ടംപററി ഓഫ് ചോസർ. ചോസറിൻ്റെ കണ്ടംപററി ആരാന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഗോവറാണ്. ഗോവർ, ലാംഗ്ലൻഡ്, ചോസർ, ഇവർ 3 പേരുമാണ് ഒരേ ടൈം പീരീഡിൽ ഉണ്ടായിരുന്നവർ. ഹു among the following is not a character in general prologue to the Canterbury Tales? Again നമ്മുടെ ചോസറായിട്ട് തന്നെ ബന്ധമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലാരാണ് ജനറൽ പ്രൊലോഗിൽ ഇല്ലാത്ത ആൾ? വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഫോൾസ്റ്റാഫ് ആണ്. ഫോൾസ്റ്റാഫ് നമ്മുടെ ഡ്രാമയിലുള്ള ആളാണ്. ഓക്കെ, പ്ലേയിലുള്ള ആളായിരുന്നു ഫോൾസ്റ്റാഫ്. ബാക്കി നൈറ്റ് ഉണ്ട്, വൈഫ് ഓഫ് ബർത്ത് ഉണ്ട്, ഹാരി ബെയ്ലി ഉണ്ട്. സോ ഹാരി ബെയ്ലിനെ ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഇന്നിൻ്റെ ഹോസ്റ്റ് ആയിരുന്നു ഹാരി ബെയ്ലി. ഒരു ഓപ്ഷൻ ഫോൾസ്റ്റാഫ് ആണ്. ഹാരി ബെയ്ലിയാണ് കഥ പറയാം, അങ്ങനെ മത്സരം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള പ്ലാൻ കൊണ്ടുവരുന്നതും ഹാരി ബെയ്ലിയാണ്. ഐഡൻറ്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. ചോസർ വീണ്ടും അതാ നമ്മുടെ ചോസറിൽ നിന്ന് കണ്ട 3 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചോസറിൽ നിന്നും തന്നെ വന്നേക്കുവാണ്. ചോസറിനെ ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്. ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1, ചോസർ റോട്ട് ദി കാൻറ്റർബറി ടേൽസ്. സ്റ്റേറ്റ്മെൻറ്റ് 2, കാക്സ്റ്റൺ പബ്ലിഷ് ദി കാൻറ്റർബറി ടേൽസ്. സോ ഇവിടെ രണ്ടും കറക്റ്റാണ്. കാക്സ്റ്റൺ തന്നെയാണ് കാൻറ്റർബറി ടേൽസ് പബ്ലിഷ് ചെയ്തത്, ചോസറാണ് ഇത് എഴുതിയിട്ടുള്ളത്. മാച്ച് ദി നെയിംസ് ഇൻ ദ ലിസ്റ്റ് 1 വിത്ത് ദ നെയിംസ് ഓഫ് ജോൺറൈസ് ഇൻ ലിസ്റ്റ് 2. സോ ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്, അവർ വരുന്ന ഏത് ഗ്രൂപ്പിനകത്താണ് വരുന്നത് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. വാട്ടാൻ സറേ, സെനക്ക, ബേക്കൻ, ഡൺ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റിവെഞ്ച് ട്രാജഡി, എസ്സേ, മെറ്റഫിസിക്കൽ പോയട്രി, ഇംഗ്ലീഷ് സോണറ്റ്. സോ ഇതിൽ വാട്ടാൻ സറി ആരാണ്? ഇംഗ്ലീഷ് സോണറ്റിൻ്റെ പൈനിയേഴ്സ് ആയിരുന്നു. ഇവർ കൊണ്ടുവന്ന ഈ ഒരു ഫോമാറ്റിനെയാണ് പിൽക്കാലത്ത് ഷേക്സ്പിയർ കറക്റ്റാക്കി എടുത്തത്. ദെൻ സെനക്ക. സെനക്ക എന്ന് പറയുമ്പോൾ തന്നെ റിവെഞ്ച് ട്രാജഡി ഓർക്കണം. ദി സ്പാനിഷ് ട്രാജഡി എഴുതിയിട്ടുള്ളത് തോമസ് കിഡ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. ദെൻ ബേക്കൺ എന്താണ് എഴുതിയിട്ടുള്ളത്? എസ്സേസ് ആണ്. ഡൺ മെറ്റഫിസിക്കൽ പോയട്രി. സോ അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. 4 കറക്റ്റാക്കി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദീസ് വർക്ക്സ് ആർ ഫസ്റ്റ് പ്രിൻറ്റഡ് ഇൻ ലാറ്റിൻ? സോ ഇതിൽ ഏതോ ഒരു വർക്ക് ആദ്യം ലാറ്റിനിൽ പ്രിൻറ്റ് ചെയ്തിട്ട് പിന്നീട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നുണ്ട്. യൂട്ടോപ്പിയാണ്. സോ നമ്മുടെ റഫേൽ ഹൈറ്റ്ലാഡി എന്ന് പറയുന്നൊരു വ്യക്തി യൂട്ടോപ്പിയ എന്നൊരു സ്ഥലത്ത് പോയിട്ട് വന്ന് കഥ പറയുന്നതായിട്ടാണ് യൂട്ടോപ്പിയയുടെ കഥ വരുന്നത്. ആദ്യം ലാറ്റിനും പിൽക്കാലത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുമാണ് യൂട്ടോപ്പിയ. തോമസ് മോറാണ് യൂട്ടോപ്പിയ എഴുതിയിട്ടുള്ളത്. ദി പോയറ്റ് ഹു ഡിഫെൻഡഡ് പോയട്രി ബൈ ഡിക്ലെയറിംഗ് ദാറ്റ് ബോത്ത് റോമൻ ആൻഡ് ഗ്രീക്ക് ഗേവ് ഡിവൈൻ നെയിംസ് അൺ ടു ഇറ്റ്, ദി വൺ ഓഫ് പ്രൊഫസിങ്, ദി അതർ ഓഫ് മേക്കിംഗ്. സോ ഇതിൽ പോയട്രീനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇപ്രകാരം എഴുതിയിട്ടുള്ളത്? സിഡ്നിയാണ്. പ്രൊഫസിങ്ങും ഉണ്ട്, മേക്കിങ്ങും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ. ദ മിഡീവൽ പ്ലേസ് വിച്ച് കോമൺലി ഹാഡ് പ്ലേസ് അബൌട്ട് വിർജിൻ മേരി. സോ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് പ്ലേയിലാണ് വിർജിൻ മേരീനെ പറ്റിയിട്ട് ഉള്ള കഥകൾ വരുന്നത്? സോ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം മിഡീവൽ പ്ലേസ് തന്നെയാണ്. പക്ഷേ വിർജിൻ മേരിയുടെ കഥ വരുന്നത് മിറാക്കിൾ പ്ലേസിലാണ്. Was this the phase that launched 1,000 ships was used by Marlowe to describe
വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഏത് വർക്കിലാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഡോക്ടർ ഫോസ്റ്റേഴ്സിലെയാണ്. ഹെലൻ ഓഫ് ട്രോയെ പറ്റിയിട്ടാണ് പറയുന്നത്. Which among the following is not counted as the 4 important humors? So, choler, melancholy, blood, water. So, അതിൽ ഏതാ വരിക? വാട്ടർ തന്നെയാണ്. ഇനി ഹ്യൂമേഴ്സ് എന്ന് കാണുമ്പോഴത്തേക്കും ക്വസ്റ്റ്യനിൽ കൺഫ്യൂസ്ഡ് ആവരുത്. കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, ബെൻ ജോൺസന്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സിനകത്ത് വരുന്നതാണ് കോളർ, മെലങ്കളി, ബ്ലഡ് ആൻഡ് ഫ്ലെം. സോ ഇത് മാറിപ്പോരുത്, വാട്ടർ ഇല്ല. 53. ദി തിയേറ്ററിക്കൽ പെർഫോമൻസ് ദാറ്റ് കമ്പൈൻഡ് ഒപ്പേറ, തിയേറ്റർ, ബാലെ ആൻഡ് ബോൾ ഈസ്. സോ ഇതിൽ ഏതോ ഒന്നിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. ഏതാണിത്? മാസ്ക്. സോ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. ബെൻ ജോൺസൺ ആണ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. അദ്ദേഹത്തിൻ്റെ വോൾപ്പണി, ആൽക്കമിസ്റ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലേസ് ആണ്. എവറി മെൻ ഇൻ ഹിസ് ഹ്യൂമർ, എവറി മെൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്ക്സ് തന്നെയാണ്. ഐഡൻറ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഷേക്സ്പിയറിയൻ സോണറ്റ് ഹാസ് ദി റൈം സ്കീം AB, BA, AB, BA, CDE, CDE. Statement 2, Petrarchan sonnet has the rhyme scheme AB, ABA, AB, ABA, CDE, CDE. So, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2 only. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം വരുന്നത് AB, AB, CD, CD, EF, EF, GG എന്നും ഈ അബ്ബ എന്ന് വരുന്നത് പെട്രാർക്കൻ സോണറ്റുമാണ്. വാട്ട് ഈസ് ദി കോമൺ സോഴ്സ് ഫോർ ദി ടൈറ്റിൽസ് ബ്രേവ്, ന്യൂ വേൾഡ് ആൻഡ് ദി സൗണ്ട് ആൻഡ് ദി ഫ്യൂറി? സോ ഇത് ഒരാളുടെ കവിതയിൽ നിന്നും എടുത്തിട്ടാണ് ഈ പേരുകളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരുടെ കവിതയിൽ നിന്നുമാണ് ഈ പറയുന്ന വേർഡ്സ് എല്ലാം വന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇറ്റ്സ് ഫ്രം ഷേക്സ്പിയർ. സൗണ്ട് ആൻഡ് ദി ഫ്യൂറി, ബ്രേവ്, ന്യൂ വേൾഡ് എല്ലാം ഷേക്സ്പിയറിൽ നിന്നും കടമെടുത്ത ടൈറ്റിൽസ് ആണ്. ദി ഫേമസ് സ്കൾ സീൻ ഇൻ ഹാംലെറ്റ് ഹാപ്പൻസ് ഇൻ. സോ ഹാംലെറ്റിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 1-2 സീൻസിൽ ഒന്ന് നമ്മുടെ ടു ബി ഓർ നോട്ട് ടു ബി നടക്കുന്ന സീൻ, ഇനി ഒന്ന് ഒഫീലിയയുടെ ഡെത്ത്, ദെൻ ഈ ഒരു സ്കൾ സീൻ, ഹാംലെറ്റ് ഒരു സ്കളെടുത്ത് കയ്യിൽ വെച്ചിട്ട് സംസാരിക്കുന്നതാവട്ടെ, ഇനി നമ്മുടെ റാറ്റ് ട്രാപ്പ് ആ ഒരു നാടകം നടക്കുന്നതാവട്ടെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സീൻസ് വരുന്നത്. സോ ഇതിൽ ആ സീൻസ് ഒന്ന് നോക്കി വയ്ക്കുക. സ്കൾ സീൻ വരുന്നത് ആക്ട് 5 സീൻ 1 ആണ്. Who accused Donne of affecting the metaphysics and of perplexing the minds of the fair sex with nice speculations of philosophy? സോ ഫുൾ ലൈൻ കിട്ടിയില്ലെങ്കിൽ പോലും ആദ്യത്തെ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആരാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഡ്രൈഡൻ ആണ്. മോറോ ടു ഫ്രഷ് വുഡ്സ് ആൻഡ് പാഷേഴ്സ് ന്യൂ ഇസ് ദ ഫേമസ് കൺക്ലൂഡിംഗ് ലൈൻ ഓഫ്. ഏത് കവിതയുടെ കൺക്ലൂഡിംഗ് ലൈനാണ് ഈ വരികൾ? ലിസിഡസ് ആണ്. ഹു ഇസ് കോൾഡ് ദി മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ. റിഫോർമേഷൻ്റെ മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ആരെയാ? വൈക്ലിഫ്, ജോൺ വൈക്ലിഫിനെയാണ്. ദ കീ യൂസ്ഡ് ബൈ ക്രിസ്ത്യൻ ടു ഓപ്പൺ ദ ഡോർസ് ആൻഡ് എസ്കേപ്പ് ദി ഡബിൾ കാസിൽ. സോ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇത് ആരാണ്? ഈ ക്രിസ്ത്യൻ എന്നുള്ളത് മാറിപ്പോകരുത്. ജോൺ ബനിയൻ്റെ വർക്കായിട്ടുള്ള ദി പിൽഗ്രിംസ് പ്രോഗ്രസ്സിലാണ് ക്രിസ്ത്യൻ എന്ന ക്യാരക്ടർ വരുന്നത്. സോ ഇതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് ഡോർസ്? അപ്പോൾ കഥ അറിയുന്നവർക്കാണ് അത് എഴുതാൻ പറ്റുക. പ്രോമിസ് ആണത്. സർ റോജർ ഡി കവർലി ബിലോങ് ടു ദി. സോ അദ്ദേഹം ഏത് ക്ലബിനുള്ളിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദി സ്പെക്ടേറ്റർ ക്ലബ്. എ വർക്ക് ദാറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ മോക്ക് ഹീറോയിക് ഈസ്. ഇതിൽ ഏതാണ് മോക്ക് ഹീറോയിക് എപ്പിക്കായിട്ട് വരുന്നത്? സോ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാതല്ല എന്നുള്ളത്. മാക് ഫ്ലെക്നോ ആണ്. ഏറ്റവും മികച്ചൊരു മോക്ക് ഹീറോയിക് എപ്പിക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് മാക് ഫ്ലെക്നോ ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു മോക്ക് എപ്പിക് പോയമാണ് ദി റേപ്പ് ഓഫ് ദി ലോക്ക് ബൈ അലക്സാണ്ടർ പോപ്പ്. വാർ ഓഫ് ദി 18th century is regarded as the last major conflict before the French Revolution, with France, Austria, Saxony, Sweden and Russia on one side and Prussia, Hanover and Britain on the other side. സോ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ ഞെട്ടേണ്ട ആയില്ല. 7 years വാറാണ്. സോ ഈ ഓപ്ഷനിൽ തന്നെയുള്ള 100 years വാർ ആവട്ടെ, വാർ ഓഫ് റോസസ് ആവട്ടെ, സിവിൽ വാർ ആവട്ടെ, ഇതെല്ലാം നടന്നൊരു ടൈം പീരീഡ് ആരൊക്കെ തമ്മിലാണെന്ന് ഒന്ന് നോക്കി വയ്ക്കുക. കാരണം ഹിസ്റ്ററിയിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Which of these terms has the meaning of or relating to rogues or rascals? So അത്ര നല്ലതല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് ഒരു എന്താ പറയുക, നമുക്ക് വില്ലന്മാരായിട്ട് അല്ലെങ്കിൽ ഒരു തെമ്മാടി ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ കഥ ഇതിനകത്ത് ഏതിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഏതാണ്? പിക്കറെസ്ക്യൂ ആണ് വരിക. എപ്പിസ്റ്റലറി കത്തെഴുതുന്നതിനെ പറ്റിയും സിനക്ഡക്കി ഒരു വേർഡ് ഫോർമേഷൻ ആണ്. സോ അങ്ങനെ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും.
author of the fragmentary work A Sentimental Journey Through France and Literature by Mr. Yorick. സോ മിസ്റ്റർ യൊറീക്ക് എന്ന് പറയുന്ന ആരുടെ ക്യാരക്ടറാണ്? ലോറൻസ് സ്റ്റേണിൻ്റെ ആയിരുന്നു A Sentimental Journey Through France and Italy. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ലൈൻ. ഓ മൈ ലവ് ഈസ് ലൈക്ക് എ, വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ്, റെഡ് റെഡ് റോസ്. സോ ആ ലവിൻ്റെ സ്പെല്ലിംഗ് കാണുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ആരാന്നുള്ളത് ഓർമ്മ വരിക. ദി ഇൻഫേമസ് എപ്പിസോഡ് അസോസിയേറ്റഡ് വിത്ത് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഈസ്. സോ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നപ്പോഴത്തേക്കും നടന്ന ഒരു വലിയ ഭീകരമായൊരു സംഭവമാണ് ദി റെയിൻ ഓഫ് ടെറർ. Which poem is once upon a midnight reverie while I pondered weak and weary. So as the opening line, ഇത് ഏതോ ഒരു കവിതയുടെ ഓപ്പണിംഗ് ലൈനാണ്. ഏതിലാണ്? ദി റേവൻ, എഡ്ഗർ അലൻ പോയുടെ ദ റേവനിലാണ് ഈ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. The creator, whose name over time happened to be used synonymously with his creation. So ക്രിയേറ്റ് ചെയ്ത ആളുടെ പേരും രണ്ടുമായിട്ട് ഒരുപോലെ പറഞ്ഞു വന്ന് തുടങ്ങിക്കഴിഞ്ഞ ക്യാരക്ടർ ഏതാണ്? ദി ഫ്രാങ്കൻസ്റ്റൈൻ. Whose mother-in-law wrote the famous line, "Indeed the word masculine is only a bugbear." സോ ആരുടെ അമ്മായിയമ്മയാണ് ഈ ഒരു വരി എഴുതിയിട്ടുള്ളത്? പേഴ്സി ഷെല്ലി. അപ്പോൾ ഷെല്ലീൻ്റെ അമ്മായിയമ്മയുള്ള പേഴ്സി ഷെല്ലിയാണ് ഈ ഒരു വരി എഴുതിയിട്ടുള്ളത്. A vision in a dream, a fragment is the alternate title of. സോ ഏതോ ഒരു കവിതയുടെ ആൾട്ടർനേറ്റ് ടൈറ്റിലാണ് A Vision in a Dream, a Fragment. അപ്പോൾ കുബ്ലാ ഖാൻ, നമ്മുടെ SD കോളറിഡ്ജ്, സാമുവൽ ടൈലർ കോളറിഡ്ജ് ഒരു വിഷൻ്റെ ഭാഗമായിട്ട് എഴുതുന്നൊരു കവിത. അതിൻ്റെ ഇടയിൽ ആരോ വന്നിട്ട് അദ്ദേഹത്തിനെ ആ ഡ്രീമിൽ നിന്ന് ഉണർത്തി ഒന്ന് പുറത്ത് പോയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും പിന്നീട് ആ കവിത എഴുതാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അറിയപ്പെടുന്നതാണ് കുബ്ലാ ഖാൻ. ദി ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു കോയിൻഡ് ദ ടേം അഗ്നോസ്റ്റിക് ആൻഡ് ഹു വാസ് ഹിംസെൽഫ് നിക്നെയിംഡ് ആസ് ഡാർവിൻസ് ബുൾഡോഗ്. സോ ആരാണ് അഗ്നോസ്റ്റിക് എന്ന ടേം കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് ഡാർവിൻസ് ബുൾഡോഗ് എന്നുമാണ് അറിയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, TH ഹക്സ്ലി ആണ്. സോ ഓപ്ഷനകത്ത് എല്ലാ ഹക്സ്ലികളാണ്. TH ഹക്സ്ലി ആണെന്നുള്ള കാര്യം ഓർക്കാം. ദി ടൈറ്റിൽ ഓഫ് ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ബൈ ചാൾസ് ഡാർവിൻ ഇൻ വിച്ച് ഹി ഡിസ്കസസ് എവല്യൂഷൻ ഓഫ് സ്പീഷീസ്. സോ ഇവിടെ നമ്മുടെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്തും ഡാർവിനുമായിട്ട് ചെറിയൊരു റിലേഷൻ അവിടെ കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതായിരുന്നു എന്നുള്ളതാണ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. നമ്മൾ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് വേഗം പറഞ്ഞു പോകും, പക്ഷെ കംപ്ലീറ്റ് ടൈറ്റിൽ എങ്ങനെയാണ്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ദെൻ ഇൻ വിച്ച് പോയം ഓഫ് റോബർട്ട് ബ്രൗണിംഗ് ഈസ് ദി പെയിൻറ്റർ ഫ്രാ പാൻഡോൾഫ് മെൻഷൻഡ്. സോ ഫ്രാ പാൻഡോൾഫ് എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ഏത് കവിതയിലാണ് പറയുന്നത്? മൈ ലാസ്റ്റ് ഡച്ചസ്. സോ അതിനകത്ത് തന്നെയാണ് ക്ലോസ് ഓഫ് ഇൻസ്ബർഗ് എന്ന് പറഞ്ഞിട്ടൊരു ശില്പിയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. സോ രണ്ട് കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. Then the poet dramatist whom Ezra Pound considered to be his literary father. So എസ്രാ പൗണ്ട് ഉണ്ട്, നമ്മുടെ TS Eliotന്റെ ഗുരുവായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്ന ദ ഗൈഡ് മെൻറ്റർ എന്നൊക്കെ പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ലിറ്റററി ഫാദറായിട്ട്, എഴുത്തിൽ സ്വന്തം പിതൃ തുല്യനായിട്ട് കണക്കാക്കുന്നത് ആരെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റോബർട്ട് ബ്രൗണിങ്ങിനെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദി അർദൂറിയൻ ലെജൻഡ്സ്. സോ അർദൂറിയൻ ലെജൻഡ്സ് എന്ന് പറയുന്നത് കിങ് ആദറിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചേഴ്സിനെ പറ്റിയിട്ട് വരുന്നതാണ് ആർത്തൂറിയൻ ലെജൻഡ്സ്. ഇതിനകത്ത് അതുമായിട്ട് ബന്ധമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ദി കാസിൽ ഓഫ് ഒട്രാൻഡോ, അതൊരു ഗോത്തിക്കിൻ്റെയൊക്കെ ഒരു വേർഷനായിട്ട് വരുന്നൊരു നോവലാണ്. സോ ബാക്കി ഐഡിൽസ് ഓഫ് കിങ് അല്ലെ മോട്ടേഡി ആർത്തർ, ദി കണക്റ്റിക്കറ്റ് യാങ്കി ഇൻ കിങ് ആർതേഴ്സ് കോർട്ട്, ഇതെല്ലാം ആരുടെ തന്നെയാണ്? ആർത്തൂറിയൻ ലെജൻഡ്സ് ആണ്, കിങ് ആർതറിൻ്റെ ആണ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഫോളോയിങ് ലിറ്റററി ഇറാസ്. ഇതിൽ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ദി പ്യൂരിറ്റൻ ഏജ്, ദി റെസ്റ്റോറേഷൻ ഏജ്, ദി അഗസ്റ്റൻ ഏജ്, ദി ഏജ് ഓഫ് സെൻസിബിലിറ്റി. ദി ടു നെയ്ബറിംഗ് എസ്റ്റേറ്റ്സ് മെൻഷൻഡ് ഇൻ വുതറിംഗ് ഹൈറ്റ്സ് ആർ. വളരെ ഫേമസ് ആണ്. ഒന്ന് വുതറിംഗ് ഹൈറ്റ്സ് തന്നെയാണ്, പിന്നെ ഒന്ന് ത്രഷ് ക്രോസ് ഗ്രൈഞ്ചും ആണ്. സോ വുതറിംഗ് ഹൈറ്റ്സിലാണ് കാതറീനും ഹീത്ത് ക്ലിഫും ഒക്കെ ഉള്ളത്. പിന്നീട് കാതറീനെ ത്രഷ് ക്രോസ് ഗ്രേഞ്ചിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. Complete the famous lines from A Tale of Two Cities. It was the season of dash, it was the season of dash, it was the spring of dash, it was the winter of dash. സോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തുടക്ക ലൈൻസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്
It was the season of light, it was the season of darkness. It was the spring of hope, it was the winter of despair. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. അത് ആരുടെ വർക്കായിരുന്നു? എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഡിക്കൻസിൻ്റെ ആണ്. Then the fictional landscape of Wessex in the novels by Thomas Hardy is inspired by. So Thomas Hardy വെസെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്ഷണൽ ലാൻഡ്സ്കേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആർ.കെ. നാരായണൻ്റെ മാൽഗുഡി പോലെ തന്നെയാണ് തോമസ് ഹാഡിയുടെ വെസെക്സ് എന്ന് പറയുന്ന സ്ഥലം. സോ ഏത് സ്ഥലത്തിൽ നിന്നുമാണ് അദ്ദേഹം ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഇൻഫ്ലുവൻസ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോർസെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ്. This statement, "Don't forget to speak scornfully of the Victorian age, there will be time for meekness when you try to better it," was borrowed from a work by. ആരാണ് വിക്ടോറിയൻ ഏജിനെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. J.M. Barrie. The 19th century novel which carries the subtitle "A Novel Without a Hero." സോ ഏത് വർക്കിൻ്റെ സബ് ടൈറ്റിലായിരുന്നു ഇത്? "എ നോവൽ വിത്തൗട്ട് എ ഹീറോ, വാനിറ്റി ഫെയർ." സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സബ് ടൈറ്റിൽ, ഇതിപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്വസ്റ്റ്യനാണ് ഈ ഒരു പേപ്പറിൽ തന്നെ. സബ് ടൈറ്റിൽസിനെ പറ്റിയിട്ടൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സബ് ടൈറ്റിൽസ് അറിയാൻ പറ്റും, ഓർമ്മയിലും ഉണ്ടാവും. The author who was the base of the character Bunthorne, a fleshy poet in the comic opera Patience by Gilbert and Sullivan. സോ ഒരു ഒപ്പേറയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പേഷ്യൻസ് എന്ന ഒപ്പേറയിലെ ക്യാരക്ടറിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആരെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ടുള്ളത്? D.J. Rossetti അഥവാ ഡാൻറ്റെ ഗബ്രിയേൽ റോസറ്റി. Complete the following quote by George Bernard Shaw. England and dash are two countries separated by the same. So, complete England and America are the two countries separated by the same language എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോട്ട്. അത് പറഞ്ഞത് ജോർജ് ബെർണാർഡ് ഷോ. In 1600, Queen Elizabeth I granted a royal charter to the government and Company of Merchants of London trading into the East Indies, commonly known as എന്താ അതിൻ്റെ പേര് വരിക? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. The nickname for World War I as the war to end all wars originated from the book The War That Will End War by. സോ ഈ ഒരു വർക്ക് ആരാ എഴുതിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. H.G. വെൽസ് ആണ്, അദ്ദേഹത്തിൻ്റെ ആണ് ദി വാർ ദാറ്റ് വിൽ എൻഡ് വാർ. അതിൽ നിന്നുമാണ് ഫസ്റ്റ് വേൾഡ് വാറിനെ ദ വാർ ടു എൻഡ് ഓൾ വാർസ് എന്ന നിക് നെയിം വന്നത്. ദി പോയം വിച്ച് ആക്ട് as a preface to 1914 ദി വാർ ടൈം സോണറ്റ്സ് ഓഫ് റൂപ്പർട്ട് ബ്രൂക്ക്. ഇപ്പോൾ റൂപ്പർട്ട് ബ്രൂക്കിൻ്റെ 1914 കവിതയുടെ പ്രിഫേസ് ആയിട്ട് വരുന്നത് ഏത് കവിതയാണ്? ദി ട്രഷർ. The group of Highland poets associated with W.H. Auden, Louis MacNeice and others in the 1930s was also known as. സോ ഇവരെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. പിങ്ക് പോയറ്റ്സ് ആണ്. അപ്പോൾ ലേക്ക് പോയറ്റ്സ് അല്ല, പ്രീ റാഫലൈറ്റ്സ് അല്ല. ലേക്ക് പോയറ്റ്സ് ആരൊക്കെയാണ്? നമ്മുടെ റൊമാൻറ്റിക് ഏജിലുള്ള ആൾക്കാരാണ്. പ്രീ റാഫലൈറ്റ്സ് ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു D.J. റോസറ്റി ഒക്കെയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പിങ്ക് പോയറ്റ്സ് ആണ്. I have spread my dreams under your feet. Tread softly because you tread on my dreams, wrote a famous son of Ireland who worked relentlessly to uphold her identity. Who was it? സോ അയർലൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും W.B. ഈറ്റ്സ് ആണ്. അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിനാണ് സൺ ഓഫ് അയർലൻഡ് എന്ന് പറയുന്നത്. The term stream of consciousness was coined by B. വില്യം ജെയിംസ്. അപ്പോൾ വില്യം ജെയിംസ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് കോയിൻ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് പ്രശസ്തനാക്കുന്നതാണ് ജെയിംസ് ജോയ്സ്. ഓക്കെ, മാറിപ്പോരുത്. ഇങ്ങനെ നമ്മുടെ ടേംസ് കോയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. The alternate title of an Elizabethan revenge tragedy was used by a modern English writer in his magnum opus The Wasteland, which is the line. സോ ഇതിലെ എലിസബത്തൻ റിവെഞ്ച് ട്രാജഡീനെ വെച്ചിട്ടൊരു ലൈൻ വരുന്നുണ്ട് ദി വേസ്റ്റ്ലാൻഡിൽ. അപ്പോൾ വേസ്റ്റ്ലാൻഡ് ആരാ എഴുതിയത്? T.S. എലിയറ്റ്. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ വരുന്നത് ഹെറോണിമോ ഇസ് മാഡ് അഗെയിൻ എന്നുള്ളതാണ്. സ്പാനിഷ് ട്രാജഡിയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ലൈനുമാണത്. Match the names of poets in list 1 with the names of movements in list 2.
എസ്രാ പൗണ്ട്, ഫിലിപ്പ് ലാർക്കിൻ, വിർജീനിയ വുൾഫ്, W.B. Yeats. ലിസ്റ്റ് ടോളുള്ളത് കെൽറ്റിക് റിവൈവൽ, ബ്ലൂംസ്ബറി ഗ്രൂപ്പ്, ഇമാജിസം, മൂവ്മെൻറ്റ് പോയട്രി. സോ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. എസ്രാ പൗണ്ട് ഇമാജിസം ആണ്. ഫിലിപ്പ് ലാർക്കിൻ വന്നിട്ട് ആരാ? മൂവ്മെൻറ്റ് പോയട്രിയിലുള്ള ആളാണ്. വിർജീനിയ വൂൾഫ് ബ്ലൂംസ്ബറി ഗ്രൂപ്പിലാണ്. W.B. Yeats ആണ് കെൽറ്റിക് റിവൈവലിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ബി. യോസഫ് തിയോഡർ കോൺറാഡ് കൊർസനോവ്സ്കി വാസ് ദ ഫുൾ നെയിം ഓഫ്. സോ ഇതിൽ ആരുടെ പേരാണിതെന്നാണ്? ജോസഫ് കോൺറാഡ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു ഊഹം കിട്ടും പേര് വായിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞെട്ടണ്ട, നമുക്കറിയുന്ന വ്യക്തി തന്നെയാണ്. ജോസഫ് കോൺറാഡ് ആയിരുന്നു അത്. The propagandist language characterized by euphemism and circumlocution designed to limit free thought in the novel 1984 is. So 1984-നകത്ത് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആൾക്കാരുടെ ചിന്ത എല്ലാം എന്താണ്? യുഫീമിസ്റ്റിക് ആയിട്ട് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം പോളിഷ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ലാംഗ്വേജിൻ്റെ പേരെന്താണ്? ന്യൂസ് സ്പീക്ക് എന്നാണ് ആ ലാംഗ്വേജിൻ്റെ പേര്. The author who was awarded the Nobel Prize in Literature for his novels which with the perspicuity of realistic narrative art and the diversity and universality of myth illuminate the human in the world of today. So ഇത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആരുടെ വർക്ക്സ് ആണ് ഇങ്ങനെയുള്ളത്? അതായത് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അതാരായിരുന്നു? വില്യം ഗോൾഡിംഗ്. Considered the world's preeminent dramatist of the 19th century, this Norwegian playwright, theatre director and poet is regarded as the father of modern realistic drama. Who is he? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓതർ കൂടിയാണ്. നോർവീജിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരണം ഹെൻറിക് ഇബ്സൺ, ദി ഡോൾസ് ഹൗസിൻ്റെ ഓതറാണ്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ റിയലിസ്റ്റിക് ഡ്രാമ എന്ന് അറിയപ്പെടുന്നത്. Who among the following won both the Nobel Prize and the Oscar? സോ ഇതിൽ ഒരാൾക്ക് ഓസ്കാറും കിട്ടിയിട്ടുണ്ട്, നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അത് മറ്റാരും അല്ല, ബെർണാഡ് ഷോ ആണ്. കിച്ചൺ സിങ്ക് ഡ്രാമ ഓഫൻ ഫീച്ചേർഡ്. സോ കിച്ചൺ സിങ്ക് ഡ്രാമയ്ക്കകത്ത് ആരാ വരിക? ആംഗ്രി യങ്മാൻ. ആംഗ്രി യങ്മാൻ ആണ്. ക്ലോസ്ഡ് ഡ്രാമ എന്നും ചില സമയത്ത് കിച്ചൺ സിങ്ക് ഡ്രാമേനെ പറയാറുണ്ട്. ദി സെമിനൽ എസ്സേ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി പ്ലേ റൈറ്റ്സ് ഓഫ് ദി തിയേറ്റർ ഓഫ് അബ്സർഡ് വാസ്. സോ ഇതിലേത് എസ്സേ ആണ്? അപ്പോൾ തിയേറ്റർ ഓഫ് ദി അബ്സർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ദ മിത്ത് ഓഫ് സിസിഫസ്. 100th question. A technique used by Harold Pinter came to be known as. സോ ഇതിലേതാണ്? പിൻറ്റർ യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ്. പിന്നീട് അതിനെ പിൻറ്റർ പോസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സോ പിൻറ്റർ പോസ്. Ari colonized Planet 5. Shikasta is a science fiction novel by the British Nobel laureate. സോ ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ്. ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു നൊബേൽ ലോററ്റാണ് ഇത് എഴുതിയിട്ടുള്ളത്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആരാണതെന്ന് ചോദിച്ചാൽ ഡോറിസ് ലസ്സിംഗ് ആണ്. ദി ഓതർ ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ എ ലവ് സ്റ്റോറി. സോ ഫ്രാങ്കൻസ്റ്റൈൻ നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഫ്രാങ്കൻസ്റ്റൈൻ അല്ല ഇത്. കണ്ടോ, എ ലവ് സ്റ്റോറി എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ തന്നെ മേരി ഷെല്ലി അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷാനറ്റ് വിൻഡേഴ്സൺ ആണ് ഫ്രാങ്കൻസ്റ്റൈൻ എ ലവ് സ്റ്റോറി എന്നുള്ള വർക്ക് എഴുതുന്നത്. ദി ഫസ്റ്റ് നോവൽ ബൈ ഖാസോ ഇഷിഗുറോ. സോ ഇഷിഗുറോ വളരെ അടുത്ത് തന്നെ നമുക്ക് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. എ പെയിൽ വ്യൂ ഓഫ് ഹിൽസ്. ദി ക്വാർട്ടർലി ജേർണൽ ഓഫ് അമേരിക്കൻ ട്രാൻസെൻഡലിസ്റ്റ് വാസ്. അമേരിക്കൻ ട്രാൻസെൻഡലിസ്റ്റിൻ്റെ വർക്കാണ് ദി ഡയൽ. ദി റെപ്രസെൻറ്റേറ്റീവ് മെൻ ബൈ റാൾഫ് വാൾഡോ എമേഴ്സൺ കണ്ടെയ്ൻഡ്. സോ റെപ്രസെൻറ്റേറ്റീവ് മെൻ എന്നുള്ള വർക്ക് റാൾഫ് വാൾഡോ എമേഴ്സൻ്റെ വർക്കാണ്. സോ ട്രാൻസെൻഡലിസമൊക്കെ ആയിട്ട് ബന്ധമുള്ള വ്യക്തി കൂടെയാണ് എമേഴ്സൺ. ആ വർക്കിനകത്ത് എന്താണുള്ളത്? ബയോഗ്രഫീസാണ്, ജീവചരിത്രങ്ങളാണ്. ദി ഇന്ത്യൻ ലീഡർ ഹു വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ തോറോ ആൻഡ് ഹിസ് വർക്ക്. തോറോ ആയിട്ടുള്ള അടുത്ത വർക്കാണ്. തോറോവും വരുന്നതും ട്രാൻസെൻഡലിസം, അമേരിക്കൻ റൈറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതിൽ ആരാണ് തോറോവുമായിട്ട് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ എം കെ ഗാന്ധി. ദി അമേരിക്കൻ ക്ലാസിക് വിച്ച് ഫോർ ദി ഡെഡിക്കേഷൻ ഇൻ ടോക്കൺ ഓഫ് മൈ അഡ്മിറേഷൻ ഓഫ് ഹിസ് ജീനിയസ് ദ ബുക്ക് ഈസ് ഇൻസ്ക്രൈബ് ടു നഥാനിയൽ ഹോത്രോൺ. സോ നഥാനിയൽ ഹോത്രോണിന് വേണ്ടിയിട്ട് ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വരുന്നത് ഏത് വർക്കിനകത്താണ്? മോബി ഡിക്ക്.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഡോട്ടർ ഓഫ് ഹെസ്റ്റർ പ്രൈം ഇൻ ദി സ്കാർലറ്റ് ലെറ്റർ? സോ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന വർക്കിനകത്ത് ഹെസ്റ്റർ പ്രൈമിൻ്റെ മകളുടെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി പേൾ. സോ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഓർക്കാൻ പറ്റുന്ന, ഹെസ്റ്റർ പ്രൈമിൻ്റെ നെഞ്ചത്ത് ഒരു സിമ്പിൾ ഉണ്ട്, എ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരു സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയാൻ തന്നെ കാരണം ഏതാണ് ആ സ്കാർലറ്റ് ലെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഫോർ അഡൾട്ടറി എന്നുള്ള രീതിയിലാണ് ആ ഒരു കഥയ്ക്കകത്തത് വരുന്നത്. Then the symbol used by Whitman to indicate grief and mournings. So വാൾട്ട് വിറ്റ്മാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവർ എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഏതായിരുന്നു? ഏത് പൂവാണ്? ലൈലാക്സ് ആണ്. സോ അബ്രഹാം ലിങ്കൻ്റെ മരത്തിനെ പറ്റി ലൈലാക്സ് ബ്ലൂംഡ് ഇൻ കോർട്ട്യാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ലൈലാക്സിനെ യൂസ് ചെയ്യാറുണ്ട്. മോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ഈസ് ദ ഓപ്പണിംഗ് ലൈൻ ഓഫ് എ പോയം ബൈ. സോ ആരുടെ ഒരാളുടെ കവിതയുടെ തുടക്കത്തിൽ ലൈനാണ്, മറ്റാരുമല്ല എമിലി ഡിക്കൻസിൻ്റെ ആണ്. വാട്ട് ഈസ് ദ വേർഡ് സ്പോക്കൺ ബൈ ദി റേവൻ ടു ദി ഗ്രീവിംഗ് സ്റ്റുഡൻറ്റ് ഇൻ പോസ്റ്റ് ബെസ്റ്റ് നോൺ പോയം ദി റേവൻ? സോ ഇതിപ്പോൾ പോയുടെ തന്നെ റേവൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഇതിന് മുന്നേ അതിൻ്റെ തുടക്കത്തിലെ ലൈൻ നമ്മൾ കണ്ടായിരുന്നു. സോ അവസാനം റേവൻ പറയുന്ന വാക്ക് നെവർ മോർ. സോ ഇടയ്ക്കിടയ്ക്ക് റേവൻ ഈ വാക്ക് പറയുന്നുണ്ട്. ദി റെഡ് വീൽ ബാരോ ബൈ വില്യം കാർലോസ് വില്യം കൺസിസ്റ്റ് ഓഫ് 16, നമ്മൾ വിചാരിക്കും സ്റ്റാൻസ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ലൈൻ ആയിരിക്കും. നല്ല വേർഡ്സ്, വെറും 16 വാക്ക് മാത്രമാണ് വില്യം കാർലോസ് വില്യമിൻ്റെ ദി റെഡ് വീൽ ബാരോയ്ക്ക് ഉള്ളത്. ഹോം ഡിഡ് ഹെറോൾഡ് ബ്ലൂം ഡിസ്ക്രൈബ് ആസ് ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് അമേരിക്കൻ പോയറ്റ് ഓഫ് ആർ ടൈം? സോ അതാരായിരുന്നു? വലൈസ് സ്റ്റീവൻസ് ആണ്. സോ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത് ഹെറോൾഡ് ബ്ലൂമാണ്. ട്രാൻസ്ഫോർമേഷൻസ് ബൈ ആൻ സെക്സ്റ്റൺ കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് ഫെമിനിസ്റ്റ് ഓഫ് ഹെർ വർക്ക്സ് ഇസ് എ റീടെലിംഗ് ഓഫ് 17 ഓഫ് ഗ്രിംസ് ഫെയറി ടെയിൽസ്. ഇപ്പോൾ നാടോടി കഥകൾ പോലെ നമ്മൾ പറയുന്ന സിൻഡ്രല, റപ്പുൻസൽ, ഈ കഥകളുടെ എല്ലാം ഒരു റീടെല്ലിംഗ് ആണ് ആൻ സെക്സ്റ്റൺ ട്രാൻസ്ഫോർമേഷൻസ് എന്ന വർക്കിൽ ചെയ്തിട്ടുള്ളത്. ഈ ആൻ സെക്സ്റ്റൺ ആരായിരുന്നു? കൺഫെഷണൽ പോയിട്രിയുടെയൊക്കെ ഒരു പയനിയർ റൈറ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആളായിരുന്നു ആൻ സെക്സ്റ്റൺ. The famous American author who remarked about India that this is indeed India, the land of dreams and romance, of fabulous wealth and fabulous poverty, of splendor and rags, of palaces and hovels. Following this, his 2-month tour of the land. സോ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ഓഥർ ആരാന്നുള്ളതാ ചോദ്യം. അത് മറ്റാരുമല്ല, മാർക്ക് ട്വെയിൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വർക്ക് ബൈ ഹെൻറി ജെയിംസ്? സോ ഹെൻറി ജെയിംസിൻ്റെതല്ലാത്ത വർക്ക് ഏതാണെന്നാണ് ചോദ്യം. ദി പോർട്രേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക് അല്ലാത്തത്. ആർട്ട് ഓഫ് ഫിക്ഷൻ, ആർട്ട് ഓഫ് ട്രാവൽ, റോഡറിക് ഹഡ്സൺ, ഇതെല്ലാം ഹെൻറി ജെയിംസിൻ്റെ വർക്ക്സ് ആണ്. ദി ഫേമസ് ഒബ്സർവേഷൻ ദാറ്റ് പോയിറ്റ്സ് വോയിസ് നീഡ് നോട്ട് merely be the record of man, it can be one of the props, the pillars to help him endure and prevail, was part of the Nobel Prize acceptance speech of. സോ ഒരു വ്യക്തി നൊബേൽ പ്രൈസ് കിട്ടിയിട്ട് അത് റിസീവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ മറുപടി പ്രസംഗത്തിൽ നിന്നുള്ളൊരു ലൈനാണിത്. ആരാണ് ഈ വാക്ക് പറഞ്ഞത്? വില്യം ഫോക്നർ ആണ് ഈ ഒരു വരി അവിടെ ഉച്ചരിച്ചത്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. സോ ഇതിൽ 3 തെറ്റും 1 മാത്രമാണ് ശരി. ഇപ്പോൾ പോർട്രേറ്റ് ഓഫ് അൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് സ്ട്രോമൻ വർക്കാണ്. അതായത് ഒരാളുടെ ചെറുപ്പം മുതൽ അവസാനം വരെയുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ. പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ബിൽഡിംഗ് സ്ട്രോമൻ ആണത്. ദി നോം ഡി പ്ലൂം മാർക്ക് ട്വെയിൻ യൂസ്ഡ് ബൈ സാമുവൽ ലാങ്കോൺ ക്ലെമൻസ് മീൻസ്. സോ ഇപ്പോൾ മാർക്ക് ട്വെയിൻ എന്ന് പറയുന്നത് ഒരു നോം ഡി പ്ലൂം എന്ന് പറയുന്നത് എന്താണ്? പെൻ നെയിമാണ് അല്ലെങ്കിൽ നിക് നെയിമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സാമുവൽ ലങ്ക്ഹോർണി ക്ലെമൻസ് എന്നാണ്. അപ്പം അതിൽ ഈ മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 feet എന്നാണ്. സോ നമുക്കിനി അത് തരത്തില്ല. 12 feet. Which is the title of the work by Ernest Hemingway? സോ ഇതിൽ ഏതാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വർക്ക് എന്നാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ എന്ന് തോന്നും. ഓൾഡ് മാൻ ആൻഡ് സി ആണോ, ഓൾഡ് മാൻ ആൻഡ് ദി സി ആണോ? അങ്ങനെ സംശയം വേണ്ട. ദി ഓൾഡ് മാൻ ആൻഡ് ദി സി 2 തവണയും വരുന്നുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് പാസ്സാവാനുള്ള എലിജിബിലിറ്റി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്തിന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള വീഡിയോസ്
ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് അതിൻ്റെ ആൻസേഴ്സ് വരുന്ന കണക്കിന് പറയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യാവുന്നതാണ്. ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. താങ്ക് യു.